കാളിദാരിക യുദ്ധം കഴിഞ്ഞു. കുരുമ്പക്കാവിൽ 10,000 കാവ് തീണ്ടി. എല്ലാത്തരം എസികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽക്കടവ് കൊടുങ്ങല്ലൂർ. അമ്മേ ശരണം ദേവി ശരണം വിളികളോടെ 10,000-കണക്കിന് കോമരക്കൂട്ടങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കാലിൽ ചിലമ്പും കയ്യിൽ പള്ളിവാളുമായി എത്തിയ കോമരങ്ങൾ കോഴിക്കല്ല് മൂടിയതിനു മുകളിൽ ചെമ്പട്ട് വിരിച്ച് പള്ളിവാളുകൊണ്ട് ശിരസ് മുറിച്ച് രക്തമൊഴുക്കി. പള്ളിവാളുകൊണ്ട് തലവെട്ടി ഒലിച്ചുറങ്ങുന്ന രക്തത്തിൽ മഞ്ഞൾപ്പൊടി വിതറി തന്നാരം പാടുന്ന കാഴ്ച കാണാൻ ഭക്തരുടെ വലിയ നിര തന്നെ കാണാമായിരുന്നു. ഞായറാഴ്ച രേവതി വിളക്ക് തെളിയുന്നതിന് മുൻപ് തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കോമരക്കൂട്ടങ്ങൾ നിലപാട് തറകളിൽ സ്ഥാനം പിടിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഭക്തരുടെ കുത്തൊഴുക്കിനാണ് ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. അശ്വതി നാളിൽ ഉഷപൂജയും പന്തീരടി പൂജയും ഉച്ചപൂജയും ദീപാരാധനയും അത്താഴപൂജയും കാലേക്കൂട്ടി നിർവഹിച്ച് ശാന്തിക്കാരും മറ്റുള്ളവരും പുറത്തിറങ്ങിയ ശേഷം അടികൾമാർ വലിയ തമ്പുരാനിൽ നിന്ന് അനുവാദം വാങ്ങി. തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് അടികൾമാർ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ തൃച്ചന്ദനച്ചാർത്ത് പൂജ ആരംഭിച്ചു. അടികൾമാരുടെ നേതൃത്വത്തിലാണ് 7:30 നീണ്ടുനിന്ന പൂജകൾ നടന്നത്. വരിക്കപ്ലാവിൽ തീർത്ത ദേവി വിഗ്രഹത്തിലെ തിരുവാഭരണങ്ങൾ അഴിച്ചുമാറ്റി കരിക്കിൻ വെള്ളവും മഞ്ഞൾപ്പൊടി സുഗന്ധദ്രവ്യങ്ങളും കൂട്ടി ചേർത്തുണ്ടാക്കിയ ഔഷധം ദേവി വിഗ്രഹത്തിൽ തേച്ച് 3.5 മണിക്കൂർ നീണ്ടുനിന്ന ശാക്തേയ പൂജ നടത്തി. കിഴക്കേ നിലപാട് തറയിൽ ഉപവിഷ്ടനായിരുന്ന വലിയ തമ്പുരാനെ പൂജ കഴിഞ്ഞെന്ന് അടികൾമാർ അറിയിച്ചതോടെ കാവ് തീണ്ടാൻ പാലക്കവേലനെ തമ്പുരാൻ അനുവാദം നൽകി. കോയ്മ പട്ടുകുട ഉയർത്തിയതോടെ കാവ് തീണ്ടൽ ആരംഭിച്ചു. കയ്യിൽ കരുതിയ മുളവടി ക്ഷേത്രത്തിന്റെ ചെമ്പോലയിലടിച്ച് ക്ഷേത്രം വലം വെച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും മറ്റും ക്ഷേത്രത്തിലേക്കെറിഞ്ഞ് കാവ് തീണ്ടിയാണ് കോമരക്കൂട്ടങ്ങൾ മടങ്ങിയത്.